ഫ്രണ്ട്സ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ +2 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസി ഉണ്ട്. ഇനി ITI കഴിഞ്ഞവർക്ക് വേറെയും വിവിധ ട്രേഡിൽ വേക്കൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്നുണ്ട്. ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളെല്ലാ വീഡിയോയിലും A to Z കാര്യങ്ങൾ നമ്മൾ ടോപ്പിക്ക് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അറ്റ്ലീസ്റ്റ് ഒരു തവണ കാണുക. എന്നതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കുക. അതല്ലാതെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് കാര്യമില്ലാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാരണം പലർക്കും ഞാൻ വീണ്ടും കമൻറ്റിൽ പോയിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ കമൻറ്റിൽ പോയിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്നതിന് മുൻപ് നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവൻ കാണാനുള്ള ക്ഷമ ഉണ്ടാകുക. കാരണം നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ അത് റിജക്റ്റ് ആയി പോകും. അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ അപേക്ഷ പ്രോപ്പറായിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ അവസരമാണ് നഷ്ടപ്പെടുന്നത്. ഈ ഓരോ അവസരവും നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ പിന്നീട് അത് കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത്തരം മേഖലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായുള്ള രീതിയിൽ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാണുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇതിലൂടെ വരും. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മളൊരു നമ്മുടെ വെബ്സൈറ്റിൽ കയറി ജസ്റ്റ് GOC ലെജിലാൻഡിൽ ജസ്റ്റ് കയറിയാൽ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ കാണാൻ നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർപോർട്ട് ജോബ്സ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, അതുപോലെ തന്നെ മറ്റു വലിയ പ്രൈവറ്റ് കമ്പനികളിലെ ജോബ്സും കാര്യങ്ങളും അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ ക്വാളിഫിക്കേഷനൊക്കെ PDF ആയിട്ട് ലഭിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബൈ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്ത് ബൈ ചെയ്യാം. ബൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമുക്ക് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കൂടെ കാണാം. ഇന്ത്യൻ എയർഫോഴ്സ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സിവിലിയൻ പോസ്റ്റ്, അത് യൂണിഫോംഡ് ആണോ അത് അല്ലെങ്കിൽ നോൺ യൂണിഫോംഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഗ്രൂപ്പ് സി കാറ്റഗറിയിൽ വേരിയസ് എയർഫോഴ്സ് സ്റ്റേഷനിലേക്കും അതിൻ്റെ യൂണിറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഈസ്റ്റേൺ എയർ കമാൻഡ്. അപ്പം നമ്മൾ വിചാരിക്കേണ്ട ഇപ്പം നമുക്ക് ജോലി കിട്ടിയാൽ ഈ പറയുന്ന ഈസ്റ്റേൺ എയർ കമാൻഡിൽ തന്നെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഓൾ ഇന്ത്യ ലെവൽ എവിടെ വേണമെങ്കിലും നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാവുന്ന കാറ്റഗറിയുള്ള പോസ്റ്റ് തന്നെയാണിത്. അതുപോലെ നിങ്ങൾക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റ് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം പോസ്റ്റൽ അഡ്രസ്സ് കാണാം. ഓരോ കോളം വൈസ് ഞാൻ പരിചയപ്പെടുത്താം. സീരിയൽ നമ്പർ, പോസ്റ്റൽ അഡ്രസ്സ്, പോസ്റ്റ്, അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ്, അതുപോലെ റിസർവ്ഡ് കാറ്റഗറി വേക്കൻസീസും കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ സീരിയൽ നമ്പർ 1 കാണാം. നിങ്ങൾക്ക് എയർ ഓഫീസർ കമാൻഡിങ് കാണാം. എയർഫോഴ്സ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ വെസ്റ്റ് ബംഗാളാണിത് വരുന്നത്. ഇതാണ് ഒരു അഡ്രസ്സ് വരുന്നത് കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ പറയുന്ന എയർഫോഴ്സ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, വെസ്റ്റ് ബംഗാളിലെ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസികൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും, ഒന്നിലധികം വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ആ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. ഇവിടെ കാണാം LDC ലോവർ ഡിവിഷൻ ക്ലർക്കിൽ 10 വേക്കൻസിയാണ്. അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ജനറൽ, EWS, OBC ഇങ്ങനെ വേക്കൻസിയും, എക്സ് സർവീസ്മാൻ റിസർവ്ഡ് ആയ വേക്കൻസിയും, ഈവൻ PWBD കാൻഡിഡേറ്റ്സിന് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ ഫിസിക്കൽ സ്റ്റാൻഡേർഡോ ഒന്നുമില്ല. അപ്പം ചില സ്യൂട്ടബിൾ ആയിട്ടുള്ള PWD കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള കാറ്റഗറി ഏതാണ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ സെലക്ഷൻ മെത്തഡൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിൽ ടോട്ടൽ 10 ആണ്. പിന്നെ ഹിന്ദി ടൈപ്പിസ്റ്റ് വിളിച്ചിട്ടുണ്ട്, 1 വേക്കൻസിയാണ്. ഇവിടെ റിസർവ്ഡ് വേക്കൻസി ഒന്നും തന്നെ ഇല്ല. അത് ജനറൽ വേക്കൻസി ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറിയിലാണ്, ഏത് കാറ്റഗറി വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി കുക്ക് വിളിച്ചിട്ടുണ്ട്, ഓർഡിനറി ഗ്രേഡാണ്. ഇതിൽ 12 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ നിങ്ങൾക്ക് റിസർവ്ഡ് വേക്കൻസി കാണാം. ഇതിൽ PWD വേക്കൻസി ഇല്ല കേട്ടോ കുക്കിലേക്കൊന്നും. പിന്നെ സ്റ്റോർ കീപ്പർ 16 വേക്കൻസി ഉണ്ട്. റിസർവ്ഡ് വേക്കൻസി നിങ്ങളിവിടെ നോക്കണേ. നിങ്ങളുടെ അതത് വേക്കൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, കാർപ്പൻറ്റർ നിങ്ങൾക്ക് സ്കിൽഡ് ആണ്. ഇതിൽ 3 വേക്കൻസി. പെയിൻറ്റർ സ്കിൽഡ് 3 വേക്കൻസി. മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് MTS 53 വേക്കൻസി ഉണ്ട് കേട്ടോ. മൾട്ടി ടാസ്കിങ് സ്റ്റാഫൊക്കെ നല്ലൊരു അവസരമാണ്. ദെൻ മെസ് സ്റ്റാഫ് 7 വേക്കൻസി. ദെൻ ലോണ്ടറി മാൻ 3 വേക്കൻസി. ദെൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 31 വേക്കൻസി ഉണ്ട്. വോൾക്കനൈസർ നിങ്ങൾക്ക് 1 വേക്കൻസിയാണ്. ദെൻ സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡാണ് 8 വേക്കൻസി. അപ്പോൾ ഈ പറയുന്ന എയർഫോഴ്സ് സ്റ്റേഷനിൽ മാത്രം നമുക്ക് 148 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത എയർഫോഴ്സ് സ്റ്റേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ആസാമിലാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക്
ലോവർ ഡിവിഷൻ ക്ലർക്ക് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതിൽ ഒരു വേക്കൻസി ഉള്ളൂ. വേക്കൻസി എണ്ണം കൂടാനും കുറയാനൊക്കെ സാധനം നമ്മൾ നോക്കണ്ട. ഈ ഒരു വേക്കൻസി ജനറൽ വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ജനറൽ കാൻഡിഡേറ്റ്സ്, അതായത് റിസർവ്ഡ് വേക്കൻസി ഒന്നുമില്ല. റിസർവ്ഡ് വേക്കൻസി ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ OBC SC ST ഒക്കെ നമ്മുടെ വേക്കൻസി ഇല്ലയെന്ന് വിചാരിച്ചിരിക്കേണ്ട. ഈ ജനറൽ വേക്കൻസിയിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾക്ക് വെസ്റ്റേൺ എയർ കമാൻഡിലാണ്. ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഹരിയാന ആണ് കേട്ടോ വരുന്നത്. ഇതിൽ ഹിന്ദി ടൈപ്പിസ്റ്റാണ്, ഒരു വേക്കൻസിയാണ്, അതും ജനറൽ വേക്കൻസി മാത്രമേ ഉള്ളത്. ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്ക് എയർഫോഴ്സ് സെൻട്രൽ അക്കൗണ്ട്സ് ഓഫീസിലേക്കാണ്, AFCOയിലേക്കാണ്. ഇതിൽ നിങ്ങൾക്ക് ന്യൂഡൽഹിയാണ് ഇത് വരുന്നത്. LDC ആണ്, ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. 3 വേക്കൻസി ഉണ്ട്. ആ 3 വേക്കൻസിയിൽ 2 വേക്കൻസി ജനറലിന് ഉള്ള വേക്കൻസിയാണ്, ജനറൽ വേക്കൻസിയാണ്. അതായത് ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു വേക്കൻസിയുടെ നമുക്ക് SC കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് ആയിട്ട് വേക്കൻസി ഉണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 3 വേക്കൻസിയും PWD കാൻഡിഡേറ്റ്സിന് സ്യൂട്ടബിൾ ആയുള്ള വേക്കൻസികളാണ് കേട്ടത്. അത് എന്താണ് A, എന്താണ് B, എന്താണ് C എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടോ. PWD കാൻഡിഡേറ്റ്സ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇതിൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏജ് ലിമിറ്റാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ മിനിമം 18 ആണ്, മാക്സിമം 25 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 18, മാക്സിമം 25 വയസ്സ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 30 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇനി OBC അവരുടെ OBC റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ അവരുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മാനും ഒക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന SC ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ അൺറിസർവ്ഡ്, അതായത് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് യാതൊരുവിധ ഏജ് റിലാക്സേഷനോ മറ്റു പരിഗണന ഒന്നും ലഭിക്കില്ല. അവർ ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കട്ടോ. അപ്പോൾ SC ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷനോ മറ്റു കാര്യങ്ങളും കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ആണെങ്കിൽ മാത്രമാണ് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. LDCയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2 എടുത്ത് പഠിച്ചാൽ മതി. +2 നിങ്ങൾ ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഒരു സയൻസ് ഏതെടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന +2 മാത്രം പോരാ, നിങ്ങൾക്ക് ഈ ടൈപ്പിംഗ് സ്പീഡ് വേണം. അതായത് കമ്പ്യൂട്ടറിൽ നമുക്ക് എന്താണ് ഇംഗ്ലീഷിൽ ഒരു 30 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയുകയും വേണം. ആ സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. കാരണം ഇതിന് നിങ്ങൾക്ക് എന്താണ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും, അത് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഇനി ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഹിന്ദി നിർബന്ധമല്ല, ഇംഗ്ലീഷിൽ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ കീ ഡിപ്രഷൻ പെർ അവർ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ടൈപ്പിംഗ് ഒക്കെ പഠിക്കുന്നത് നല്ലതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്തത് ഹിന്ദി ടൈപ്പിസ്റ്റ് ആണ്. എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോമിൻ്റെ കൂടെ വെക്കട്ടോ നിങ്ങൾ. അപ്പോൾ സർട്ടിഫിക്കറ്റ് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ആ ടൈപ്പിംഗ് സ്കില്ലുണ്ടായാൽ മതി. അപ്പോൾ ഇനി ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് കൂടെ വെച്ചോളൂ. ഹിന്ദി ടൈപ്പിസ്റ്റാണ് അടുത്തത്. ഇതിലേക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ സെയിം ക്വാളിഫിക്കേഷനാണ് കേട്ടോ. ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ അതേ സെയിം ക്വാളിഫിക്കേഷനാണ് ഹിന്ദി ടൈപ്പിസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി അടുത്തത് സ്റ്റോർ കീപ്പറാണ്. സ്റ്റോർ കീപ്പറിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് +2 പാസ് അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് +2 പാസ് ആണെങ്കിൽ സ്റ്റോർ കീപ്പറിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ അതാണ്. ഇനി ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കും. അതായത് സ്റ്റോറും അതുപോലെ അക്കൗണ്ട്സിലൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കുറച്ചും കൂടെ അവർ പരിഗണിക്കുന്നുള്ളതാണ്, എന്താണ് പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2 മതി. കാരണം എല്ലാവരും അതുണ്ടായിക്കോണമെന്നില്ല ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് നിങ്ങൾക്ക് +2 ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. +2 ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് 4-ാമത്തേതാണ് സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവറാണ്. ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് വരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ വാലിഡ് ആയിട്ടുള്ള സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും പാടെ നിങ്ങൾക്ക് രണ്ടും വേണം കേട്ടോ. ലൈറ്റും വേണം, ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും വേണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രൈവിങ്ങിലും അതുപോലെ തന്നെ മോട്ടോർ മെക്കാനിക്സിലൊക്കെയുള്ള ഒരു പ്രൊഫഷണൽ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം വേണം. ലൈറ്റ് ആൻഡ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം കേട്ടോ. ഓക്കെ, പിന്നെ കുക്ക് ഓർഡിനറി ഗ്രേഡാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒന്നാമത്തെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അത് മാത്രം പോരാ, പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം, ഒന്നെങ്കിൽ ഈ പറയുന്ന കാറ്ററിങ്ങിലുള്ള എന്താണ് ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു 1 ഇയർ എക്സ്പീരിയൻസും പാടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കുക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. നിങ്ങൾക്ക് ആ കാറ്ററിങ്ങിലുള്ള സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഡിപ്ലോമയോ നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് ചെയ്തിരിക്കണം.
പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസും ഈ ട്രേഡിൽ വേണമെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് പെയിൻറ്റർ സ്കിൽഡ് ആണ്. ഇതിൻ്റെയൊക്കെ പേ ലെവലിലൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ പെയിൻറ്ററിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് പെയിൻറ്റർ ട്രേഡിലുള്ള ITI ആണ് കേട്ടോ. 10ാം ക്ലാസ് പ്ലസ് ITI ആണ് പെയിൻറ്ററിലേക്ക് അപ്ലൈ ചെയ്യാൻ. ITI വേണം. പെയിൻറ്റർ ട്രേഡിലുള്ള ITI ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനിയിപ്പോൾ ITIക്ക് പകരം നിങ്ങൾക്ക് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ട്രേഡിൽ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് കാർപ്പൻറ്റർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ കാർപ്പൻറ്റർ ട്രേഡിൽ ITI വേണം. അങ്ങനെയുള്ളവർക്ക് കാർപ്പൻറ്ററിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷനും വേണ്ട, ജസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. then അടുത്തത് ലോണ്ടറി മാൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വേണ്ട. then അടുത്തത് മെസ് സ്റ്റാഫ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷൻ വേണ്ട. then അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ആണ് യോഗ്യത. then അടുത്തത് നിങ്ങൾക്കാണ് വൾക്കനൈസർ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് മെട്രിക്കുലേഷൻ തന്നെയാണ്, 10ാം ക്ലാസ് തന്നെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ. വേറെ മറ്റ് യാതൊരുവിധ യോഗ്യതയും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വന്നിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മോഡ് ഓഫ് സെലക്ഷൻ ആണ്. ഇതിൻ്റെ ഇവിടെ കാണാം എങ്ങനെയാണ് ഇതിലേക്ക് സെലക്ട് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ് വിചാരിച്ച് നമുക്ക് എന്താണ് നമ്മളെല്ലാം എലിജിബിൾ ആണെന്നില്ല. അവരത് വ്യക്തമായിട്ട് പരിശോധിക്കും. നമ്മുടെ ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും ഡിസേബിൾ ക്വാളിഫിക്കേഷനും എസെൻഷ്യലൊക്കെ നോക്കിയിട്ട് അവർ ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, അവർ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് അവരിലേക്ക് സെൻഡ് ചെയ്യും. റിട്ടേൺ ടെസ്റ്റിനുള്ള കോൾ ലെറ്റർ സെൻഡ് ചെയ്യും. അങ്ങനെ കോൾ ലെറ്റർ ലഭിച്ച ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യണം, റിട്ടേൺ ടെസ്റ്റിന് അപ്പിയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ റിട്ടേൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തുള്ള എക്സാം ആയിരിക്കും. അതിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റിട്ടേൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് മെയിൻ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാം സിലബസ് ഇവിടെ ഉണ്ട്. LDC അതുപോലെ ഹിന്ദി ടൈപ്പിസ്റ്റൊക്കെ ആണെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതിൻ്റെ ബുക്കിൻ്റെ ഇത് ഞാൻ നമ്മുടെ പ്രൊഡക്റ്റിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാം. ഇനി നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ബെസ്റ്റ് ബുക്കുകൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലൊക്കെ ഇടാം. അതിലൊക്കെ ജോയിൻ ചെയ്യുക നിങ്ങൾ. അപ്പോൾ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ അവയർനെസ് ആണ് കവർ ചെയ്യേണ്ടത്. പിന്നെ MTS അതുപോലെ നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, അതുപോലെ ലോണ്ടറി മാൻ, ബസ് സ്റ്റാഫ്, ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് ജനറൽ അവയർനെസ് ഒക്കെയാണ് വരുന്നത്. ഇതൊക്കെ ഒരു 10th അല്ലെങ്കിൽ 12th ബേസ് ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ മറ്റെല്ലാ പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ അവയർനെസ് ആൻഡ് റീസണിങ്ങും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും ഉണ്ടാവും, ജനറൽ ഇംഗ്ലീഷും ഉണ്ടാവും, ജനറൽ അവയർനെസ് പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ട്രേഡ് അല്ലെങ്കിൽ പോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. അപ്പോൾ 2 മീഡിയം ഉണ്ടാവും, ഇംഗ്ലീഷിലും ഉണ്ടാവും ഹിന്ദിയിലും ഉണ്ടാവും. അതിൻ്റെ മീഡിയം ഓഫ് എക്സാം എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ലിസ്റ്റിൽ നിന്നുമാണ്. പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാകുക. സ്കിൽ ടെസ്റ്റും പ്രാക്ടിക്കൽ ടെസ്റ്റുമാണ് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുക. അതല്ലാതെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കായികക്ഷമതാ ടെസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മാർക്ക് വെയിറ്റേജ് വരുന്നത് റിട്ടേൺ ടെസ്റ്റിനാണ് 100% വെയിറ്റേജ് കൊടുക്കുന്നത്. അപ്പോൾ റിട്ടേൺ ടെസ്റ്റിന് അടിസ്ഥാനമായിട്ടാണ് ഇതിലേക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ പറയുന്ന സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വാളിഫയിങ് ഓൺലിയാണ്. അപ്പോൾ ഇതിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ വലിയ കായികക്ഷമതാ ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ ഈ പറയുന്ന സിവിലിയൻ പോസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അത് പ്രത്യേകമായിട്ടൊരു ക്രൈറ്റീരിയ അവരിവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ടാസ്ക് ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. അത് ഡിപ്പെൻസ് ഓൺ ചില പോസ്റ്റിന് മാത്രം, എല്ലാ പോസ്റ്റിനും ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ ലാസ്റ്റ് ഡേറ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഇവിടെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നതിന് ശേഷം, അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന 30 ദിവസമാണ് കേട്ടോ. അത് ഞാൻ കൗണ്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഏകദേശം നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഒരു ജൂൺ 8 വരെയൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. ഞാൻ ഏകദേശം കുറച്ച് ഇങ്ങോട്ട് കൂട്ടി പറഞ്ഞതാണ്. 30 ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല, നിങ്ങൾ ലേറ്റ് ആണെന്ന് വെച്ചിട്ടാണ്. ഈ ജൂൺ 8 പറ്റാത്തവരുണ്ടെങ്കിലും ഒരു അപ്ലൈ ചെയ്യാം. നമുക്കൊരു ജൂൺ 10 അല്ലെങ്കിൽ ഒരു ജൂൺ 15 ഉള്ളിലാണ് ഏകദേശം ഇതിൽ ഡേറ്റ് വരിക. ഓക്കെ, അപ്പോൾ 15 ആവാൻ നിങ്ങൾ കാത്ത് നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ജൂൺ 8 കണക്കാക്കുക. അറ്റ്ലീസ്റ്റ് ജൂൺ 8 അല്ലെങ്കിൽ ജൂൺ 10 ഉള്ളിൽ തന്നെ നമ്മുടെ അപേക്ഷ അവിടെ എത്തുന്ന രീതിയിൽ നിങ്ങൾ അയക്കണം. എവിടെ എത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വിശദമായിട്ട് നിങ്ങൾ കേൾക്കണം. അത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏത് എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങളുടെ ചോയ്സാണ്. ആ ചോയ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഒരു അപേക്ഷാ ഫോർമാറ്റ് ഉണ്ട്. അപേക്ഷാ ഫോർമാറ്റ് ഞാൻ കാണിക്കാം. ഇതാണ് അപ്ലിക്കേഷൻ ഫോർമാറ്റ്.
അപ്പോൾ ഈ അപേക്ഷ ഫോമാറ്റ് നിങ്ങൾ ഇനി ടൈപ്പ് ചെയ്ത് ടൈം കളയണ്ട. ഇത് ഓൾറെഡി നമ്മൾ ടൈപ്പ് ചെയ്ത് അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ഒരു 3 രീതിയിൽ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഏതാണെന്ന് തോന്നുന്നത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ വരാം, നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് എയർഫോഴ്സ് സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ തുടക്കത്തിൽ പറഞ്ഞു ഇവിടെ പോസ്റ്റൽ അഡ്രസ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പോസ്റ്റാണ് LDC അല്ലെങ്കിൽ കുക്ക് അല്ലെങ്കിൽ കാർപ്പൻട്രി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും പോസ്റ്റിനാണ്. ഞാൻ ജസ്റ്റ് സൂം ഔട്ട് ആക്കട്ടെ. ഇത്രയും പോസ്റ്റിനാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അവിടെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ടത് ഈ ഒരു അഡ്രസ്സിലേക്കാണ്. ഓക്കെ, ഇതാണ് നമ്മളെ പോസ്റ്റൽ അഡ്രസ്സ്, നമ്മൾ അപ്ലിക്കേഷൻ പോകേണ്ട അഡ്രസ്സാണിത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപേക്ഷ ഫില്ല് ചെയ്ത് അതിൻ്റെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ച് പ്രോപ്പറായിട്ട് അയച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ടില്ല, ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിൻ്റെ താഴെയുള്ള ഇപ്പോൾ ഹിന്ദി ടൈപ്പിസ്റ്റ് ആണെങ്കിൽ നിങ്ങളിതാ ഈ എയർഫോഴ്സ് സ്റ്റേഷൻ ഈ ഒരു അഡ്രസ്സാണ് അയച്ചു കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് എന്താണ് ഇവിടേക്കും അയച്ചു കൊടുക്കണം. ഇപ്പോൾ LDC ഇവിടെയുണ്ട്, ഈ എയർഫോഴ്സ് സ്റ്റേഷനിലും ഉണ്ട്, അതുപോലെ ഇവിടെയുണ്ട്. അപ്പോൾ രണ്ടിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ 2 സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം. സെപ്പറേറ്റ് ഫോം ഫില്ല് ചെയ്ത് സെപ്പറേറ്റ് എൻവലപ്പിൽ ഇട്ടിട്ട് അയച്ചു കൊടുക്കണം. ഓക്കെ, അതിൻ്റെ മറ്റു ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊക്കെ വരാം. നമ്മളതിൻ്റെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഫുള്ളാക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത അപ്ലിക്കേഷൻ ഫോമാണ്. അപ്പം ഞാനിത് ഓൾറെഡി നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഇതിൻ്റെ കൂടെ വെക്കണം. സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, എന്തൊക്കെയാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എന്തൊക്കെയാണോ നിങ്ങളുടെ എക്സ്പീരിയൻസ്, സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. നിങ്ങൾ വെറുതെ വെച്ചാൽ പോരാ, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അതിൻ്റെ കൂടെ വെക്കണം. ഇപ്പോൾ SC/ST OBC EWC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് വെക്കണം. OBC ആണെങ്കിൽ OBC കാസ്റ്റ് അല്ല, OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് അതിൻ്റെ കൂടെ വെക്കേണ്ടത്. ഇപ്പോൾ SC/ST ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റും ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ജൂൺ 8 ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അപേക്ഷ അവിടെ എത്തുന്ന രീതിയിൽ. ജൂൺ 8 എന്ന് പറഞ്ഞാൽ ഞാൻ അപ്രോക്സിമേറ്റ് എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, ജൂൺ 8 അല്ലെങ്കിൽ നമുക്ക് ജൂൺ 10 വരെ മാക്സിമം പോയിന്റ് അപ്പുറത്തേക്ക് നിങ്ങൾ അത് പോകാത്തതാണ് നല്ലത്. അതിന് ക്ലിയർ ആയിട്ടൊരു കട്ട് ഓഫ് അവർ പറയുന്നില്ല. എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ പബ്ലിഷ് ചെയ്തിട്ട് 30 ദിവസമാണ്. അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണുള്ളത് അത് മാത്രം പോരട്ടോ, കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഡേറ്റ് ഞാൻ പറഞ്ഞു ജൂൺ 8 ഏകദേശം ഡേറ്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ആ ഡേറ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം IF-ൻ്റെ ഇവിടെ കണ്ട ജൂൺ 8 ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് കുറച്ചും പാടെ അപ്ഡേറ്റ് ചെയ്യാണ്ട് ജൂൺ 15 വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റുന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ജൂൺ 8 ഇപ്പോൾ ഒരു കട്ട് ഓഫ് ഡേറ്റ് ആക്കി അല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് ഡേറ്റ് ആക്കി നിങ്ങൾ ഉൾക്കൊള്ളുക. ഇനി അത് മാത്രം പോരാ, എക്സ് സർവീസ്മാൻ അങ്ങനെയുള്ള PWD കാൻഡിഡേറ്റ്സ് ഒക്കെ അതത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ അവർ വെക്കണം കേട്ടോ. ഇനി ഇത് മാത്രം പോരാ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത സമയത്ത് നിങ്ങൾ ഈ പറയുന്ന അപ്ലിക്കേഷൻ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം. അപ്പോൾ അപ്ലിക്കേഷൻ ഫോം നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഇനി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമ്മൾ വിട്ട് അതിൻ്റെ അവിടെ നിങ്ങൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാണ്ട് അപ്ലിക്കേഷൻ ഫോം ഞാൻ കാണിക്കട്ടോ. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കാണ്ട് അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫോട്ടോഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മറ്റെല്ലാ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടാണ് ഈ അപേക്ഷയുടെ കൂടെ വെക്കേണ്ടത്. അത് കൂടാതെ ഞാനിവിടെ വേറൊരു കളറിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെയാണ് നമ്മൾ വിട്ടുപോവുക. സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വിത്ത് സ്റ്റാമ്പ് RS നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 10 രൂപയുടെ സ്റ്റാമ്പ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഒരു സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ വെക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് 2 എൻവലപ്പ് വേണം. അത് ഫസ്റ്റത്തെ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻ എൻവലപ്പാണ്, നമ്മുടെ അപേക്ഷ ഇട്ടിട്ട് അയച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഈ ഒരു എൻവലപ്പ് നിങ്ങൾ എന്താണ് ഒരു A4 സൈസിലോ ഒക്കെ ഉള്ള കുറച്ച് വീതിയും നീളമൊക്കെ ഉള്ള ഒരു എൻവലപ്പ് വാങ്ങുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇടണം. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഡോക്യുമെൻറ്റ്സ് ഇട്ടു. ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ ഇതേപോലെ നിങ്ങളൊരു സെൽഫ് അഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു എൻവലപ്പും പാട് വേണം. സെൽഫ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ എഴുതുക. നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ നിങ്ങളവിടെ ഇവിടെ എഴുതുക. ഓക്കെ, ഇവിടെ എഴുതിയിട്ട് നിങ്ങൾ 10 രൂപയുടെ സ്റ്റാമ്പും വാങ്ങിയിട്ട് ഇതുപോലെ പോസ്റ്റൽ ഓഫീസ് എന്ന് പറയാം, 10 രൂപയുടെ സ്റ്റാമ്പ് വേണമെന്ന് സ്റ്റാമ്പ് വാങ്ങി ഇതിൽ ഒട്ടിക്കുക. നിങ്ങൾ ഈ ഒട്ടിച്ച എൻവലപ്പ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ മെയിൻ എൻവലപ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് നിങ്ങൾ അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ എൻവലപ്പ് മിസ്സാകാൻ പാടില്ല. അത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ കോൾ ലെറ്റർ നിങ്ങൾക്ക് തിരിച്ചയക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ 10 രൂപ ഒട്ടിച്ച സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റൽ വഴി ആയിരിക്കും നിങ്ങൾക്ക് എൻവലപ്പ് ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ആയാൽ
നിങ്ങൾക്ക് ഈ പറയുന്ന കോൾ ലെറ്റർ വരിക. എക്സാമിന് സെലക്ട് ആയാൽ കോൾ ലെറ്റർ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് മിസ്സാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് കോൾ ലെറ്റർ വരില്ല, നിങ്ങളുടെ അപേക്ഷ ചിലപ്പം ക്യാൻസലായി പോകും. അതുകൊണ്ട് ഈ ഒരു എക്സ്ട്രാ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എൻവലപ്പും കൂടെ. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര വാങ്ങണം? ഒന്ന് മെയിനായിട്ട് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും വെച്ച് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കാൻ ഒരു എൻവലപ്പ് വേണം. അതാണിത്. ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ മുകളിൽ എഴുതാണ്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ എൻവലപ്പ് എന്ന് പറയുന്നത് നമുക്ക് കോൾ ലെറ്റർ അവർ ഇങ്ങോട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്രസ്സ് എന്താണോ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങളിവിടെ എഴുതാം. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ അവിടെ നിങ്ങൾ 10 രൂപയുടെ ഒരു സ്റ്റാമ്പ് വാങ്ങി നിങ്ങൾ ഒട്ടിക്കുക. എന്നിട്ട് ഈ എൻവലപ്പ് നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലിടാം. ഈ മെയിൻ എൻവലപ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് നിങ്ങളത് സീൽ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ മെയിൻ എൻവലപ്പിൻ്റെ മുകളിലായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ്, എന്നിട്ട് ആ ഏത് പോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ LDC ആണെങ്കിൽ LDC ആൻഡ് കാറ്റഗറി, അത് നമ്മൾ എഴുതണം. അതായത് നിങ്ങൾ ഈ എൻവലപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലിക്കേഷൻ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, ഞാൻ ഫുൾ എഴുതുന്നില്ല. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് എന്ന് എഴുതിയിട്ട് LDC ആണെങ്കിൽ LDC എന്ന് എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാറ്റഗറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ട്, ഏത് കാറ്റഗറിയാണ്? നിങ്ങൾ OBC കാറ്റഗറിയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ OBC കാറ്റഗറി. ഇനി ജനറൽ കാറ്റഗറിയിലാണോ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജനറൽ കാറ്റഗറി. ഇനി അതല്ല EWS കാറ്റഗറിയിലാണോ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, ഏത് കാറ്റഗറിയിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ആ കാറ്റഗറിയാണ് അവിടെ എഴുതേണ്ടത്. നിങ്ങളുടെ കാറ്റഗറി അല്ല, നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ കാറ്റഗറിയാണ്. ഓക്കെ, അതായത് ജനറൽ കാറ്റഗറി ഉണ്ട്, SC കാറ്റഗറി ഉണ്ട്, OBC ഉണ്ട്, PWD ഉണ്ട്. ഏതാണോ നിങ്ങളുടെ കാറ്റഗറി വെച്ചാൽ ആ കാറ്റഗറിയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ ഇനിയിപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരൊറ്റ എൻവലപ്പിലിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. പറ്റില്ല. നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റൽ കവർ വാങ്ങി സെപ്പറേറ്റ് ഫോം ഫില്ല് ചെയ്ത് നമ്മൾ അയക്കണം. ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LDCയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്, MTSലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ട്. LDCക്ക് നിങ്ങൾ വേറെ തന്നെ അപ്ലൈ ചെയ്യണം, MTSന് വേറെ തന്നെ അപ്ലൈ ചെയ്യണം. ഈ പറയുന്ന ഫുള്ളായുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം പാടെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ പറയുന്ന അപേക്ഷയിൽ ഒട്ടിക്കുന്ന അതേ സെയിം 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എക്സ്ട്രാ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ എൻവലപ്പിലിടണം. ഓക്കെ, ഈ കവറിൻ്റെ ഉള്ളിൽ നമ്മൾ എക്സ്ട്രാ 2 പാസ്പോർട്ട് സൈസ് ഒട്ടിക്കാതെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇതിൻ്റെ ഉള്ളിലിടണം. ഓക്കെ, ഒട്ടിക്കുന്ന വേറെ ഉണ്ട്, നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ആ ഫോട്ടോഗ്രാഫിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആ ഫോട്ടോഗ്രാഫിൻ്റെ ബാക്കിൽ നിങ്ങളുടെ പേരോ ഒക്കെ എഴുതുന്നത് നല്ലതാണ്. ഓക്കെ, ജസ്റ്റ് പേരൊക്കെ എഴുതി അല്ലെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ എഴുതി വെക്കാവുന്നതാണ് വേണമെങ്കിൽ. ഓക്കെ, അത് എന്താ വെച്ചാൽ അങ്ങോട്ട് മിക്സായി അവർ തന്നെ അത് എടുക്കുന്ന അത് മിക്സായി പോയാലൊക്കെ പെട്ടെന്ന് അവർക്ക് സോർട്ട് ചെയ്യാനൊക്കെ ഉപകാരപ്പെടും. അതിനുവേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു അപേക്ഷയുടെ കംപ്ലീറ്റ് ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ എക്സാം സെൻറ്റർ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കും കേട്ടോ. ഓക്കെ, അതൊക്കെ നിങ്ങളെ അറിയിക്കും, കോൾ ലെറ്ററിലൂടെയാണ് അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10ാം ക്ലാസ് യോഗ്യത തന്നെ വിവിധ പോസ്റ്റുകളുണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് കാണാം പല കാറ്റഗറിയിലേക്ക്, MTS അതുപോലെ നിങ്ങൾക്ക് മെസ് സ്റ്റാഫ്, അതിലേക്കൊക്കെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സാണ് യോഗ്യത. അപ്പോൾ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ, ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പോൾ പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്താലും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ എക്സാമും എഴുതാൻ പറ്റില്ല. അല്ലാതെ കോമൺ ആയിട്ടൊരു എക്സാമാണ് അവർ നടത്തുന്നത്. സെയിം ടൈമാണ് അവർ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ MTSന് അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ നിങ്ങൾ LDCക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ചോയ്സാണ് ഏത് എഴുതണം എന്ന്. ഓക്കെ, അപ്പോൾ ഒരേ ടൈമായിരിക്കും എക്സാം വരാൻ സാധ്യത. അപ്പോൾ കോമൺ ആയിട്ട് ഒരു എക്സാമാണ്, സെപ്പറേറ്റ് എക്സാം ഒന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിലധികം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വലിയൊരു ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇനി വിവിധ എയർഫോഴ്സ് സ്റ്റേഷനിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ചിലപ്പോൾ ഒരു പോസിബിലിറ്റി നമുക്ക് ഏതെങ്കിലുമൊക്കെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ LDCക്ക് നിങ്ങൾക്ക് ടൈപ്പിംഗ് എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് MTSൻ്റെ അതും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതാ വന്നുവെച്ചാൽ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചൂസ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നിലധികം അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഒരു എക്സാമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏത് എഴുതണം നിങ്ങൾ തീരുമാനിച്ച് എഴുതേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫോമിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. ഇതേ സെയിം മാതൃക നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ അപ്ലിക്കേഷൻ ഫോം തരുന്നുണ്ട് വിചാരിച്ചത് കണ്ണടച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ നിങ്ങളത് കണ്ണടച്ച് അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണ്ട. ഞാൻ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതിലെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഏതെങ്കിലും ലെറ്റർ വിട്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തും വേണം. അപ്പോൾ ഇതാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ അപേക്ഷാ ഫോം വരുന്നത് കേട്ടോ.
ഓക്കെ. പിന്നെ ഈ അനുബന്ധം 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് നമുക്ക് വേണ്ട PWD കാൻഡിഡേറ്റ്സിന് ഇപ്പം ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റ് ആവശ്യമുള്ള പോസ്റ്റിലേക്കായിട്ടും സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റിലേക്ക് അവർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടൈപ്പ് റൈറ്റിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാതൃകയാണ്. അവർക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്താണ് ടൈപ്പ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കണം. നമ്മൾ തരുന്നതിലുണ്ട് അത്, നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഞാൻ കാണിക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. നിങ്ങൾക്ക് കാണാം GOCL എജുലാൻഡിൻ്റെ. അതിന് മുൻപ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിവിലിയൻ എന്ന് പറയുന്ന പോസ്റ്റ്, അതായത് വീഡിയോയുടെ അവസാനം പറയില്ലേ. ഓക്കെ, വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കും അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളിത് GOCL എജുലാൻഡിൻ്റെ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ആ ലേറ്റസ്റ്റ് ജോബ്സ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം IAF IAF ഗ്രൂപ്പ് C റിക്രൂട്ട്മെൻറ്റ് ആണ് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇതിവിടെ വന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല ഇവിടെ നമ്മൾ പുതിയ പോസ്റ്റ് കിട്ടുമ്പോൾ താഴോട്ട് പോകട്ടോ. അങ്ങനെ കണ്ടില്ല, അവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് കാറ്റഗറി വൈസ് നമ്മുടെ മെനു പോയ ഡിഫൻസ് ജോബ്സിലെടുത്ത് അങ്ങനെയും പെട്ടെന്ന് സോർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ IAF ഗ്രൂപ്പ് C റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പുതിയ പോസ്റ്റ് ഓപ്പൺ ആയി നിങ്ങളുടെ IAF ഗ്രൂപ്പ് C റിക്രൂട്ട്മെൻറ്റ് എന്നിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ. അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ നിങ്ങളുടെ കാണാൻ നോട്ടിഫിക്കേഷൻ, ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതൊരു അപ്ലിക്കേഷൻ ഫോമാണ്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ഫോമാണ്. ഇതിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഇത് നമ്മൾ പ്രിൻ്റ് എടുക്കുക, പ്രോപ്പറായിട്ട് പ്രിൻ്റ് എടുക്കുക. നിങ്ങൾ A4 സൈസിൽ, നല്ല ക്വാളിറ്റിയുള്ള A4 സൈസിൽ പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നുള്ളത് ഏത് പോസ്റ്റാണ് നിങ്ങൾ. അപ്പോൾ LDC അല്ലെങ്കിൽ MTS ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഇൻ ഡാഷ് യൂണിറ്റ് എന്നാണ്. അപ്പോൾ യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഇത് അവിടെ കാണാം. നിങ്ങൾക്ക് അപ്പോൾ യൂണിറ്റ് ഇതാണ്, നിങ്ങൾക്ക് കാണാം ഏത് യൂണിറ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ വെച്ചാൽ. ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ AOC വെസ്റ്റ് ബംഗാൾ അടിച്ചു കൊടുത്താൽ മതി. ടൈപ്പ് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. ഇനി അതല്ല AOC നിങ്ങൾക്ക് അസം ആണെങ്കിൽ അസം, അങ്ങനെയാണ് നിങ്ങൾ ആ യൂണിറ്റിൻ്റെ പേര് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഫോമിൽ കൊടുക്കുന്നത്. ബാക്കിയൊക്കെ പേഴ്സണൽ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാം. പിന്നെ ഇവിടെ ഇത് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഓൺലി എന്നുള്ളിടത്ത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ പാടില്ല. ഇത് ഓഫീസ് യൂസ് ഓൺലി ആണ്. ഇവിടെ ഡേറ്റ് ചെയ്താൽ നിങ്ങളുടെ സിഗ്നേച്ചർ അവിടെ നിങ്ങളത് കഴിഞ്ഞു. പിന്നെ അക്നോളജ്മെൻറ്റ് കാർഡാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാസ്വേഡ് ഫോട്ടോഗ്രാഫോടെ ഒട്ടിക്കുക. സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക കേട്ടോ. ഫോട്ടോ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി സൈൻ ചെയ്യുക. നമ്മുടെ പേജിലും വരുന്ന രീതിയിൽ ഇവിടെയും ഫോട്ടോ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടി സൈൻ ചെയ്യട്ടോ. കുറച്ച് പകുതി നമ്മുടെ ഫോമിലും പകുതി ഫോട്ടോയിലും വരുന്ന രീതിയിൽ സൈൻ ചെയ്യുക. പിന്നെ ഇവിടെ ഏത് പോസ്റ്റാണ്, നിങ്ങളുടെ പേര്, ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ ഫില്ല് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും സ്മോൾ ലെറ്റർ യൂസ് ചെയ്യരുത്. ക്യാപിറ്റൽ ലെറ്ററിൽ നീറ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫാദറിൻ്റെ പേര്, അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഏതാണോ ഫില്ല് ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ കൊടുക്കാം. അതായത് ഇവിടെ 6ാമത്തെ നിങ്ങളിവിടെ കൊടുത്തില്ലേ, ഇവിടെ 6. ഓക്കെ, ഇത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്, ഈ 6 എന്നുള്ള സീരിയൽ നമ്പറിൽ. ഓക്കെ, അതുപോലെ തന്നെ ആ സെയിം അഡ്രസ്സ് ആയിരിക്കണം എവിടെയും കൊടുക്കേണ്ടത്, മാറിപ്പോകരുത്. പിന്നെ ഇൻഡെക്സ് നമ്പർ ഇവിടുന്ന് ഇതൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട കേട്ടോ. ഇൻഡെക്സ് നമ്പറും അതുപോലെ ഫിസിക്കൽ ടെസ്റ്റോ അതുപോലെ വെന്യൂ, റിട്ടേൺ ടെസ്റ്റ് ഇതൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട. അത് ബ്ലാങ്ക് ആക്കി വിട്ടാൽ മതി. ഇവിടെ നമ്മൾ സൈൻ ചെയ്യാൻ പാടില്ല, അത് അവർ സൈൻ ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, കൺട്രോളിംഗ് ഓഫീസർ സൈൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊരു ഫോമാണ്. ഇത് കൂടാതെ എക്സ്ട്രാ 2 ഫോം വേണം. അതായത് ഇതിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ ഏതാണ്ട് എളുപ്പം നോക്കുക. ഇത് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. ഇതുമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഞാൻ നോക്കിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കണം, ഇത് എന്തെങ്കിലും ടൈപ്പിംഗ് മിസ്റ്റേക്കോ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഫോമാണ്. ഇതേപോലെ 2 ഫോം പാടെ നിങ്ങൾക്ക് ലഭിക്കും. ആ 2 ഫോം പാടെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ടിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഈ പോസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ടെലഗ്രാമിൻ്റെ ലിങ്ക് മുകളിൽ തന്നെ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്താലും മറ്റേ 2 ഫോം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ബെറ്റർ ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കാം. ഈ പറഞ്ഞ രീതിയിൽ കണ്ടീഷൻ മറന്നു പോകണ്ട. ഇനി നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ ഇപ്പോൾ മെയ് ജോബ്സിൽ ഞാൻ പറഞ്ഞു. മെയ് ജോബ്സിൽ കുറേ PDF നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഇൻറ്റേൺഷിപ്പ്, എയർപോർട്ട് ജോബ്സിൽ ക്യാബിൻ ക്രൂ ഉണ്ട്, അതുപോലെ ഗ്രൗണ്ട് സ്റ്റാഫ് ഉണ്ട്. ഇത് കേരളത്തിൽ വേക്കൻസി ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ ആമസോൺ വർക്ക് ഫ്രം ഹോം, അതുപോലെ തന്നെ Xylem, ഡെക്കാത്ലോൺ, അതുപോലെ ടീം തായ്, ഇതിലൊക്കെ ഉണ്ട്. ഇത് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്ത് താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് അവസരങ്ങൾ മിസ് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാത്ത കാര്യങ്ങളുടെ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം. പക്ഷേ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം.
പിന്നെ നമ്മൾ പറഞ്ഞു സിവിലിയൻ പോസ്റ്റിനെ കുറിച്ച്. അത് സിവിലിയൻ പോസ്റ്റ് പലർക്കും ഡൗട്ട് ഉണ്ടാകാറുണ്ട്, അത് യൂണിഫോംഡ് ആണോ അതല്ലെങ്കിൽ നോൺ യൂണിഫോംഡ് ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ശരിക്കും ഈ പറയുന്ന നോൺ കമ്പാറ്റ് റോളാണ്. അതായത് നമ്മൾ ഈ പറയുന്ന വർക്ക് ഫീൽഡോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമുക്ക് ജസ്റ്റ് ഇങ്ങനെയുള്ള ഡ്യൂട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക. അതല്ലാതെ നമുക്ക് ഒരു യൂണിഫോം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ജോബല്ല ഇത്. അതുകൊണ്ടാണ് ഇതിൽ ഫിസിക്കൽ ടെസ്റ്റോ അല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡോ കാര്യങ്ങളൊന്നുമില്ല. PWD കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക്